നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ അവിടെ കാണാറുണ്ട് നമ്മള്. എന്നാന്ന് വെച്ചാല് ചില ഭക്ഷണങ്ങൾ അവർ കഴിക്കൂല. ചോദിച്ചാൽ പറയും എനിക്ക് ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ട്, ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാല് അതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളത്. ഇങ്ങനെ നമ്മള് പൂർണ്ണമായിട്ടും ഒരു ഭക്ഷണത്തെ ഈ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക ഫുഡിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതായത് പൊറോട്ട, ബിരിയാണി അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ്, അതായത് ബീഫ്, ചിക്കൻ, ഫ്രൈഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ സാധാരണ ഒരു വ്യക്തി കഴിക്കുന്ന പോലെ കൂടുതലായിട്ട് കഴിക്കാനും പറ്റൂല. ഇതിനൊരു അളവ് നിശ്ചയിച്ചിരിക്കണം. ഒരു ദിവസത്തില് എത്ര നേരം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കഴിക്കുന്നത് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഈ ഗ്യാസ്ട്രിക് കംപ്ലൈന്റിന്റെ തോതും കാര്യങ്ങളൊക്കെ. നമ്മള് ഒരു ആഴ്ച തന്നെ കൂടുതൽ തവണ ഒരേ ഫുഡ്, അതായത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആക്കുന്ന ഒരു ഫുഡ് തന്നെ കുറെ തവണ എടുത്താൽ മാത്രമേ അത് നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കൂ. അല്ലാതെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് കഴിച്ചെന്ന് വിചാരിച്ചിട്ടും അത് കുറച്ച് കഴിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ അതിന്റെ അളവ് നിങ്ങൾ ഒരു ലിമിറ്റ് നിശ്ചയിച്ചിരിക്കണം. പിന്നെ കൂടുതൽ കഴിക്കാനും പറ്റില്ല. അതായത് ഒരാഴ്ച തന്നെ ഒരു 2, 3, 4 തവണ ഒന്നും ഒരേ ഭക്ഷണം, അതായത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആക്കുന്ന ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കരുതെന്ന് സാരം.